സൂപ്പർ സാറാണ്. നമ്മളിന്ന് SSLC കുട്ടികൾക്ക് വേണ്ടിയുള്ള അടിപൊളി ഒരു ക്ലാസ് ആണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് മീൻസ് കഴിഞ്ഞ വർഷം 2023 ഓൺ എക്സാമിന് വന്ന ക്വസ്റ്റൻ ആണ് നിങ്ങൾ ബോർഡിൽ കാണുന്നത്. ഇതിന് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്ന മെത്തേഡാണ് പഠിക്കുന്നത്. ഇതേപോലെ വേണം നിങ്ങൾ പഠിച്ചു പോകാൻ. ഇതിപ്പോൾ എക്സാമിന് നമുക്ക് ഈ ക്വസ്റ്റൻ വരുമ്പോൾ നിങ്ങൾ നോക്കുക, ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ ഈ ക്വസ്റ്റൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഓർത്തോണം, ടെക്സ്റ്റ് ബുക്കിൽ മാത്രം പഠിക്കുക എന്ന് പറയുന്നത് റിസ്ക് എന്നല്ല, അത് വളരെ ബുദ്ധിമുട്ടാവും. നിങ്ങൾ എപ്പോഴും എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകളും എക്സാമിന് വന്നതും പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏത് ബോർഡ് എക്സാം ആണെങ്കിലും നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലുള്ള ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത്. മാക്സിമം കണ്ടേക്കണം, ഒന്ന് ഷെയർ ചെയ്തേക്കണം. നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ഏറ്റവും നല്ലതായിട്ട് സിമ്പിളായിട്ട് എല്ലാ പ്രോബ്ലംസുകളും ചെയ്ത് നിങ്ങൾക്ക് എക്സാമിന് വേണ്ട എല്ലാ ട്രിക്സുകളും ടിപ്സുകളും തന്ന് ഇൻസ്ട്രക്ഷൻസും തന്ന് നോട്ട്സുകളെല്ലാം തന്നുള്ള ക്ലാസ്സുകളാണ് തരുന്നത്. പിന്നെ പബ്ലിക് എക്സാം ആവുമ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പാക്കേജ് തരും, ക്വസ്റ്റ്യനും തരും, ആൻസറും തരും എക്സാമിന് വേണ്ടത്. അപ്പോൾ നിങ്ങളായിട്ട് കണ്ടെത്തി പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മളങ്ങോട്ട് തരും, നിങ്ങളങ്ങ് പഠിച്ച് തീർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഫുൾ മാർക്ക് മാത്സിന് 10ാം ക്ലാസ്സിൽ ഏറ്റവും വിലയുള്ളൊരു കാര്യമാണ്, അത് കിട്ടാൻ പറ്റും. ഓക്കെ, അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കിക്കേ മോനെ. 5th ടേം 5ാമത്തെ ടേം 21, 9ാമത്തെ ടേം 37. 2 ടേംസുകളെ തന്നിട്ടുണ്ട് അല്ലേ. നമ്മളിങ്ങനെ 2 ടേംസുകളെ തരുന്ന പ്രോബ്ലംസുകളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. അവിടെ നിന്ന് DA കണ്ടുപിടിക്കുക, ഫസ്റ്റ് ടൈമിനെ കണ്ടുപിടിക്കുക അല്ലേ. പക്ഷെ അതൊന്നും അല്ലാതെയുള്ള ചെയ്യുന്ന മെത്തേഡാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. എല്ലാവരും മാക്സിമം നിങ്ങളുടെ കുട്ടികളോട് മീൻസ് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ മക്കളെ, എല്ലാവരോടും ഒന്ന് മറക്കാവുന്ന ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ മീൻസ് മനസ്സിലായെങ്കിൽ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് തുടങ്ങാം അല്ലേ. 5th ടേം 21, 9th ടേം 37, 7th ടേം എത്ര? നെക്സ്റ്റ് എന്താണ്? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് 13th ടേംസ്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 13 ടേംസ്. എന്തൊക്കെയോ പ്രശ്നങ്ങളില്ലേ, എളുപ്പം കൊണ്ട് കത്തുന്നില്ല, ഇപ്പം കത്തിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നേക്കുന്നതൊക്കെ എഴുതാം മോനെ. 1ാമത്തെ ക്വസ്റ്റിന് വേണ്ടി x5 അല്ലേ, 5ാമത്തെ ടേം. അപ്പോൾ x5 ഈസ് ഈക്വൽ എത്ര മോനെ? 21. x9 ഈസ് ഈക്വൽ എത്രയാണ്? 37. ഇതാണ് നമുക്ക് തന്നേക്കുന്നത്. മീൻസ് 5ാമത്തെ ടേമും പിന്നെന്താണ് 9ാമത്തെ ടേമും. നോക്കിക്കേ, നമുക്കൊരു 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ പോകില്ലയോ മോനെ. 5ാമത്തെ ടേമിനെ തന്നിട്ടുണ്ട്, ശരിയാണല്ലോ. 9ാമത്തെ ടേമിനെയും തന്നിട്ടുണ്ട്. നമുക്ക് ചോദിച്ചിരുന്ന എത്ര മോനെ? 7ാമത്തെ ടേം. ഈ 7ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ കറക്റ്റ് നോക്കിക്കാൻ മോനെ, ഈ 5ാമത്തെയും 9ാമത്തേയും കറക്റ്റ് നടുക്കല്ലേ മോനെ, നടുക്കല്ലേ, മിഡിലല്ലയോ. നോക്കിക്കുക, അതാണ് ഈ പ്രോബ്ലത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. ഓക്കെ, 5ാമത്തെ ടൈം 9ാമത്തെ ടൈം 7ാമത്തെ ടൈം ചോദിച്ചേക്കുന്നു. 5ൻ്റെയും 9ൻ്റെയും നടുക്കാണ് ആരാ? 7. അതുകൊണ്ട് 7ാമത്തെ ടൈം ചോദിച്ചാൽ ഈ 5ാമത്തെ ടൈമും 9ാമത്തെ ടൈമും നമ്മൾ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി മോനെ, ഹാഫ്. ഓക്കെ, എന്ന് പറയുമ്പോൾ 21 + 37/2 ആൻസർ 58/2 = 29. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സംഭവം. ഇത്ര ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ഒത്തിരി സമയം കളയും. നമ്മൾ അങ്ങനെ സമയം കളഞ്ഞ് പഠിക്കുന്നത് ഓക്കെ, ബട്ട് നമുക്ക് ഏറ്റവും സ്പീഡുള്ള വഴിയുണ്ടെങ്കിൽ അതാണ് വേണ്ടത്. അല്ല പഴയ കാലം ഞാൻ എപ്പോഴും അതിലേ കൂടെ പോവുള്ളൂ, ഒത്തിരി കറങ്ങിയാലും ഞാൻ അവിടെ എത്തിക്കോളാം. ബട്ട് പുതിയ വഴി വെട്ടിട്ടുണ്ടെങ്കിൽ സ്പീഡിൽ അതിലേ കൂടെ പോകണം. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇവിടെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയാണല്ലോ. കാരണം മനസ്സിലായാലും ഇത് എന്തിനാ ചെയ്തതെന്നുള്ളത്. ഓക്കെ, അടുത്തതിൻ്റെ പ്രത്യേകത നോക്കിക്കേ മോനെ. അടുത്ത നോക്കിക്കേ, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് 13th ടേംസ് എന്ന് പറഞ്ഞാൽ ഈ 1ാമത്തെ ടേം. ഓക്കെ, ഈ 1ാമത്തെ ടേമും ഇങ്ങനെ വന്ന് 13ാമത്തെ ടേമും, ഈ 2 ടേമും തമ്മിൽ കൂട്ടിയാൽ എത്ര? ഈ 2 ടേംസ് അത് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും കൂട്ടുന്നില്ല. 1ാമത്തെ ടേം ഇങ്ങോട്ട് വാടാ, 13ാമൻ ഇങ്ങോട്ട് വാടാ, നിങ്ങൾ എന്നോട് കൂട്ടിയാൽ എത്ര ആടാ? അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് ഇവിടെ നമുക്ക് തന്നേക്കുന്ന 5ാമത്തെ ടേം എത്ര മോനെ? തന്നേക്കുന്ന 5ാമത്തെ ടേം എത്ര? 21. ഓക്കെ, 9ാമത്തെ ടേം എത്ര മോനെ? 37. എല്ലാം ഉണ്ടല്ലോ, ഈ 2 പേരുണ്ടല്ലോ. ഇനി 5ാമത്തെ ടേമിൻ്റെയും 9ാമത്തെ ടേമിൻ്റെയും തുക എത്ര എന്ന് നമുക്കൊന്ന് നോക്കാം. 5ാമത്തെ ടേം മീൻസ് x5 + x9 ഇല്ലേ, നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. നമുക്ക് ചോദിച്ചിരുന്ന ആരാ മോനെ? x1 + x13. ശരിയാണല്ലോ. നമുക്ക് x5ഉം x9 കൂട്ടിയാൽ വേണേൽ കണ്ടുപിടിക്കാം. 5ാമത്തെ ടേമിൻ്റെയും 9ാമത്തെ ടേമിൻ്റെയും തുക കിട്ടും. നമുക്ക് വേണ്ടത് 1ാമത്തെ ടേമിൻ്റെയും 13ാമത്തെ ടേമിൻ്റെയും തുകയാണ് വേണ്ടത്. ഓക്കെ,
അഞ്ചാമത്തെ ടൈമിൻ്റെ ഒമ്പതാമത്തെ ടൈമിൻ്റെ തുക എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും നോക്കിക്കേ 21 പ്ലസ് 37 സമം 58. ശരിയാണോ മോനെ? ശരിയാണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ടൈമിൻ്റെയും 13ാമത്തെ ടൈമിൻ്റെയും തുകയല്ലേ ചോദിച്ചിരുന്നത്? 58. അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ അല്ലെങ്കിൽ വേറെ മെത്തേഡിൽ കൂടെ പോയ സമയമെടുക്കും, വഴി ഇങ്ങനെ വളഞ്ഞായിരിക്കും. ഇത് സ്ട്രെയിറ്റ്. അപ്പോൾ ഇതിനൊരു കാരണം നിങ്ങൾ ചോദിക്കും, ഇതെങ്ങനെ അതെങ്ങനെ പറ്റുന്നത് അല്ലേ? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. മോനെ നോക്കണം, നമുക്ക് 5, 9 ഇല്ലേ, ഞാനിപ്പോൾ കൂട്ടിയത് 5ഉം 9ഉം ഇല്ലേ, അഞ്ചാമത്തെയും. ഈ 5, 9 കൂട്ടിയാൽ എത്ര മോനെ? 5, 9 എന്ന നമ്പർ നമ്മൾ കൂട്ടിയാൽ എത്ര? 14 അല്ലേ? അപ്പോൾ പൊസിഷൻസ് അഞ്ചാമത്തേത് 9ാമത്തേത് 5, 9 ചേർത്താൽ 14 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 1ഉം 13 കൂട്ടിയാൽ എത്ര മോനെ? 1ഉം 13 കൂട്ടിയാലും 14 അല്ലയോ? അപ്പോൾ ഈ രണ്ട് സമ്മുകളുടെയും പ്രത്യേകത എന്തൊക്കെയാണ്? ഏതൊക്കെയാ? x5 x9, x1 x13. ഇവിടുത്തെ 5, 9 ചേർന്നാൽ 14, 1ഉം 13 ചേർത്താൽ 14 അല്ലേ? അപ്പോൾ പൊസിഷൻസുകളുടെ തുകകൾ രണ്ടിടത്തും സെയിം അല്ലയോ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രണ്ട് സമ്മുകളും തമ്മിലും ഈക്വൽ. ഓക്കെ എന്ന് പറഞ്ഞാൽ x9 പ്ലസ് x5 പ്ലസ് x9 58 ആയതുകൊണ്ട് x1 പ്ലസ് x13 എത്ര തന്നെ ആയിരിക്കും? 58 ആയിരിക്കും. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചേക്കാം. ഒരാൾ ചോദിക്കുക, എടാ x3 പ്ലസ് x11 എത്ര ആടാ? x3 പ്ലസ് x11 ചോദിച്ചാൽ 58. ഇപ്പം അതിൻ്റെ കാരണം കിട്ടി കാണും. 3ഉം 11 ചേർന്നാലും 14. അപ്പോൾ അതുകൊണ്ട് കേട്ടോ 5, 9 ചേർത്താലും 14, 1ഉം 13 ചേർത്താലും 14. അങ്ങനെ പൊസിഷൻസുകളുടെ സമ്മല്ല ഈ മൂന്നിടത്തും ഈക്വൽ. അതുകൊണ്ട് ഇതെല്ലാം 58കളെ വരുള്ളൂ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയല്ലോ? ഒരു എക്സാമ്പിൾ കാണിച്ചേക്കാം. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വേറെ കൂടെ ഞാൻ കാണിച്ചേക്കാം. x8 പ്ലസ് x6 ഒരാൾ ചോദിച്ചാൽ അതും 58 മോനെ. എന്തുകൊണ്ടാ? 5, 9 14, 1ഉം 13 14, 8, 6 14. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സമ്മത്രമായിരിക്കും 58. മീൻസ് 8ാമത്തെ ടൈമിന് തുകയും 6ാമത്തെ ടൈമിന് തുകയും കൂടെ ചേർത്താലും ആരായിരിക്കും? 58 ആയിരിക്കും. കൃത്യമായാലും ഇപ്പോൾ അതങ്ങോട്ട് കിട്ടി അല്ലേ? ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു ലൈക്കൊക്കെ ചെയ്യാം. മനസ്സിലായെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു പുതിയ കാര്യമാണെങ്കിൽ, പഴയ കാര്യമാണെങ്കിൽ ഓക്കെ, എന്നാലും ഒരു ലൈക്കൊക്കെ ഇട്ടുതരും. ഓക്കെ, അപ്പോൾ നമുക്കത് കിട്ടി. ഇനി എന്താ മോനെ വേണ്ടത്? നമുക്കിനി വേണ്ടത് എന്താണ്? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 13 ടൈംസ് അല്ലേ? 13 ടൈംസുകളുടെ തുക. എന്താ മോനെ തുകയുടെ ഫോർമുല? സമ്മിൻ്റെ ഫോർമുല രണ്ടെണ്ണം ഉണ്ട് അല്ലേ? ഞാൻ രണ്ടാമത്തെ ഫോർമുലയാണ് ഇവിടെ എല്ലാം ഉപയോഗിക്കേണ്ടത്. സം ഈസ് ഈക്വൽ ടു ഓക്കെ SN ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇതെല്ലാവരും പഠിച്ചിട്ടുണ്ട് ഇല്ലയോ? സമ്മിൻ്റെ ഫോർമുല. ഈ n ആരാ മോനെ? എളുപ്പം പറയും. n ഹൗ മെനി ടൈംസ് ആഡിങ്? എത്ര ടൈംസിനെ നമ്മൾ കൂട്ടുന്നു? എത്ര ടൈംസിനെയാണ്? 13. അപ്പോൾ ഈ n കാണുന്ന രണ്ടിടത്തും 13 കൊടുക്കുമ്പോൾ പരിപാടി ഇപ്പോൾ തരും കേട്ടോ. ആൻസർ വരുമ്പോൾ മോനെ 13/2 ഇൻറ്റു ഓക്കെ x1 പ്ലസ് x1 പ്ലസ് n എത്ര മോനെ? n എത്ര ആയിരുന്നു? 13. ഓക്കെ, സം ഓഫ് 13 ടൈംസ് പറയുമ്പോൾ n 13. അപ്പോൾ ഇവിടെ എത്ര വരും? x 13. ഓക്കെ ആണല്ലോ? എല്ലാവരും സമ്മതിച്ച ഇതുവരെ ഓക്കെ ആണെന്ന് സമ്മതിച്ചല്ലോ. അടുത്ത് ഓക്കെ ആക്കും. നോക്കിക്കോണം. ആൻസർ 13നെ 2 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ട് വേണ്ട, എന്തിനാ അവിടെ ഇട്ടേര്. ഓക്കെ, x1 പ്ലസ് x13. x1 പ്ലസ് x13 അതല്ലേ മോനെ? ഈ x1 പ്ലസ് x13 എത്രയാണ്? 58. കണ്ടോ? അത്രയേ ഉള്ളായിരുന്നു കേട്ടോ. x1 പ്ലസ് x13 58 ആണ്. നമ്മൾ തൊട്ട് മുമ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് അവിടെ കൊടുക്കുമ്പോൾ 58 2 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ്? 29. അപ്പോൾ 13 ഗുണം 29 കണ്ടുപിടിച്ചാൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ, 13 ഗുണം 29 എങ്ങനെ ചെയ്യും? 29 ഇൻറ്റു 13 ചോദിച്ചാൽ പല വഴിയുണ്ട്. ഓക്കെ, പല വഴിയുണ്ടെന്ന് വെച്ചാൽ അതെന്താ വഴി അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 30 ഇൻറ്റു 13 അങ്ങോട്ട് ചെയ്യണം. 30 ഇൻറ്റു 13. ഓക്കെ, 30 ഇൻറ്റു 13 എത്ര മോനെ? 390. ശരിയല്ലയോ? 390 ഇല്ലയോ? എന്നിട്ട് അവിടെ നിന്ന് ഒരു 13 കുറച്ചാൽ മതി കേട്ടോ. അവിടെ നിന്ന് ഒരു 13 കുറയ്ക്കുമ്പോൾ 7 8 7 377 തോന്നുന്നു. 377. ഞാൻ വേറെ വഴി കൂടെ ചെയ്തതേ ഉള്ളൂ, നിങ്ങൾ നോക്കണം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ വേറെ വഴി കൂടെ നോക്കട്ടെ. 29 ഇൻറ്റു 13 നോക്കുമ്പോൾ 29 ഗുണം 10 എത്ര മോനെ? 290 ആണല്ലോ. ഇനി 29 ഗുണം 87. കറക്റ്റ്, ഇത് 377 കേട്ടോ. ഇതും ചേർന്ന 300. അപ്പോൾ ഇതൊക്കെ പല വഴികളാണ്, നിങ്ങൾ ഡയറക്റ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ? അടിപൊളിയാണല്ലോ? മനസ്സിലായെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് മോനെ മുഴുവൻ
നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇരുന്ന് കാണണം, മാക്സിമം ഷെയർ ചെയ്യണം. നമ്മുടെ ചാനലൊക്കെ മാക്സിമം ആൾക്കാരിലൂടെ എത്തണം. നമ്മളിങ്ങനെ പ്രൊമോഷൻ വഴിയൊന്നും ചെയ്യാറില്ല. കുട്ടികളിൽ കൂടിയാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാവരിലും എത്തുക. ഓക്കെ, നമ്മൾ ഇങ്ങനെ ക്യാഷ് കൊടുത്ത് ഇങ്ങനെ പ്രൊമോഷനൊക്കെ പല വഴിക്കൂടെ പറ്റും. നമ്മളത് ചെയ്യാറില്ല. നിങ്ങളാണ് നമ്മുടെ ശക്തി. മാക്സിമം ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.